ഓരോ സ്ഥലത്തും രാഹുലിനെ സഹായിക്കാനായി വ്യത്യസ്ത ടീമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിരിക്കുന്നത്. കോയമ്പത്തൂർ വരെ ഒരു കാറ്, അത് ചുവന്ന പോളോ കാറിൽ പോകുന്നു. അതിനുശേഷം മറ്റൊരു കാറ്, കോയമ്പത്തൂരിൽ പോലും സിസിടിവി ഇല്ലാത്തൊരു ഭാഗത്താണ് ആ ചുവന്ന പോളോ കാർ ഉപേക്ഷിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കാറിൽ പോകുന്നു, നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ബാംഗ്ലൂരിലെത്തുമ്പോൾ ആ കാർ മാറ്റുന്നു, മൊബൈൽ ഫോൺ നമ്പറുകൾ മാറ്റുന്നു. അങ്ങനെ വളരെ വിദഗ്ധമായിട്ടാണ് രാഹുൽ ഒളിവിൽ പോയത്. അന്വേഷണ സംഘം പലപ്പോഴായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു കൊടും കുറ്റവാളി എങ്ങനെയാണോ ഒളിവിൽ പോകാൻ ചില തന്ത്രങ്ങൾ മെനയുന്നത്, അതേപോലെയാണ് ഓരോ നീക്കവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ടീം ആസൂത്രണം ചെയ്തതെന്നാണ്. കൃത്യമായി ബംഗളൂരുവിൽ രാഹുലിനെ വലിയൊരു ടീമിന്റെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അത് രാഹുൽ ഇവിടെ ഒളിവിൽ പോയപ്പോൾ തന്നെ രാഹുലുമായി വളരെ അടുത്ത നേതാക്കളൊക്കെ നമ്മളോട് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ബംഗളൂരുവിൽ ഈ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന കോൺഗ്രസിലെ ഒരു നേതാവിനും വലിയൊരു സങ്കേതമുണ്ട്, വൻ സൌഹൃദ വലയമുണ്ട്, എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ എന്തായാലും ബംഗളൂരുവിലേക്ക് തന്നെ കടക്കാൻ സാധ്യതയുള്ളൂ എന്ന് നേരത്തെ തന്നെ ഈ നേതാക്കളൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതനുസരിച്ച് തന്നെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മാഫിയയെ അടുത്ത ബന്ധമുള്ള ഒരു അഭിഭാഷകയുടെ സംരക്ഷണത്തിലാണ് രാഹുൽ കഴിയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗളൂരുവിൽ തന്നെയാണ് രാഹുൽ ഉള്ളത് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ അഭിഭാഷകർക്ക് എങ്ങനെയാണ് കൃത്യമായി കേരള പോലീസിൽ നിന്ന് ഇങ്ങനെ വിവരങ്ങൾ കിട്ടുന്നത് എന്ന ഒരു ആശയക്കുഴപ്പം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം പലപ്പോഴായി ഇപ്പോൾ ബാംഗ്ലൂരിലെ റിസോർട്ടിലെത്തുന്നു, അവിടെ എത്തുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് രാഹുൽ ഇവിടെ നിന്ന് കടന്നു കളയാണ്. പിന്നീട് ബാംഗ്ലൂരിൽ തന്നെയുള്ള ഒരു വീട്ടിൽ രാഹുൽ ഉണ്ടെന്ന വിവരം കിട്ടുന്നു, അവിടെ എത്തുന്നു, വീട് വളയുന്നു, പക്ഷെ അപ്പോഴേക്കും രാഹുൽ കടന്നു കളയും. ഇങ്ങനെ പലവട്ടം സംഭവിച്ചപ്പോഴാണ് ഈ ഒരു സംശയം അന്വേഷണ സംഘത്തിനുണ്ടായത്. ഈ ഒരു അഭിഭാഷകയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ആ സംശയം ഉയരുകയും ചെയ്തത്. മാത്രമല്ല ചില മുതിർന്ന നേതാക്കളുടെ സഹായവും ഇവർക്കുണ്ട് എന്ന ഒരു വിവരം തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും വളരെ ദുഷ്കരമാണ് മുന്നോട്ടുള്ള പോക്ക് എന്ന കാര്യം ഉറപ്പാണ്. കാരണം അത്ര കണ്ട് എളുപ്പമാകില്ല രാഹുലിലേക്ക് എത്താൻ. രാഹുൽ കുറെ കൂടി ഒളിയിടങ്ങൾ തേടി പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം വന്നപ്പോൾ ഒരുപക്ഷെ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകിയാൽ ഹാജരാകുമെന്ന സൂചന തന്നെയാണ് രാഹുൽ ക്യാമ്പോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ എന്തായാലും രാഹുൽ ഉടനൊന്നും പുറത്തു വരാനുള്ള ഒരു സാധ്യതയില്ല.